തൃശൂർ പൂരമടക്കം കേരളത്തിന്റെ ഉത്സവാഘോഷങ്ങളിലെ ആനച്ചന്തം. പാപ്പാലപ്പറമ്പ് വീട്ടിൽ പുതുപ്പള്ളി സാധു. ചങ്ങലയുടെ കെട്ടുകളില്ലാതെ ഏതു പൂരപ്പറമ്പിൽ കൊണ്ടു നിർത്തിയാലും അവൻ സാധുവാണ്. അഭിനയിക്കാൻ അനുമതി കിട്ടിയ ചുരുക്കം ആനകളിലൊന്ന് ആനനടൻ. കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങിയുണ്ടാക്കുന്ന പ്രതിസന്ധികളായിരുന്നു ഇതുവരെ. എന്നാൽ ഭൂതത്താൻകെട്ട് വനമേഖലയിലുണ്ടായത് തിരിച്ചൊരു സംഭവമാണ്. ഒരു നാട്ടാന കാട്ടിലേക്ക് കയറിയാണ് ആശങ്ക പടർത്തിയത്. അത് ഒരു സിനിമ ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന ആന, പുതുപ്പള്ളി സാധു. പുതുപ്പള്ളി സാധുവിന് കാട് പുത്തിരിയേയല്ല. അസമിൽ സാധുവിനെ വാങ്ങാൻ പാപ്പാലപ്പറമ്പിലെ പോത്തൻ വർഗീസ് പോകുമ്പോൾ സാധു അന്ന് കാട്ടിലായിരുന്നു. അങ്ങനെയുള്ള സാധുവാണ് കാടുകയറിയത്. വിജയ് ദേവരക്കൊണ്ട എന്ന തെലുങ്ക് നടനൊപ്പം തകർത്ത് അഭിനയിക്കുന്നതിനിടെ തടത്താവിള മണികണ്ഠൻ വില്ലനായി എത്തി. ഇന്നലെ ഈ സിനിമയുടെ ഭാഗമായി ആനകൾ റോഡ് മുറിച്ച് കടക്കുന്ന ദൃശ്യങ്ങളാണ് ചിത്രീകരിച്ചു കൊണ്ടിരുന്നത്. ഈ സമയത്ത് സാധുവിൻ്റെ പിന്നിൽ നിന്നിരുന്ന മണികണ്ഠൻ എന്ന് പറയുന്ന മറ്റൊരു നാട്ടാന സാധുവിനെ ആക്രമിക്കുകയായിരുന്നു. ഈ സമയത്ത് വിരണ്ട സാധു കാട്ടിലേക്ക് ഭൂതത്താൻകെട്ട് വനമേഖലയിലെ തുണ്ടം ഫോറസ്റ്റിന് സമീപത്തുള്ള വനമേഖലയിലേക്ക് വിരണ്ടോടി. പടത്തിൻ്റെ ഷൂട്ടൊക്കെ നമുക്ക് ആവശ്യമുള്ള പോർഷൻസൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് തീർന്നിരുന്നു. ലാസ്റ്റ് ഷോട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഈ സാധു എന്ന് പറയുന്ന ആന ഫ്രണ്ടിൽ നിൽക്കുന്നു. തൊട്ട് ബാക്കിൽ ആണ് മറ്റേ ആന വന്നിരുന്നത്. അയാൾ അതൊരു ബാക്കിൽ നിന്ന് ഇങ്ങനെ കുത്തി. അപ്പോൾ നമ്മളതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അത് സാധു വീണ്ടും തിരിച്ചു വന്ന് പൊസിഷനിലേക്ക് നിന്നു. രണ്ടാമത്തെ കുത്ത് പക്ഷേ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കുത്തായിരുന്നു. അതിലാണ് ഇറങ്ങി ഓടിയത്. അത് നമ്മൾ ആളുകളെല്ലാവരും അതിൽ നമ്മൾ എല്ലാവരും സ്കാറ്റേഡായി പല സ്ഥലത്തേക്ക് പോയി. 5 ആന ഉണ്ടായിരുന്നു. അത് 5 ഇങ്ങനെ ലൈനായിട്ടാണ് നിന്നിരുന്നത്. ഏറ്റവും ഫ്രണ്ടിൽ നിന്നിരുന്നായിരുന്നു സാധു. യൂഷ്വലി നമ്മൾ ഷൂട്ടിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉള്ള പോലത്തെ ഒരു യാതൊരുവിധ ബുദ്ധിമുട്ടും ആനയുടെ സൈഡിൽ നിന്ന് ഉണ്ടാക്കിയിട്ടില്ല, നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാക്കിയിട്ടില്ല. കാര്യം ഒന്ന് നമ്മൾ ഫോറസ്റ്റിൻ്റെ സൈഡിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നു. വളരെ ശാന്തമായിട്ടുള്ള ഒരു പതുക്കെ അങ്ങനത്തെ ഷൂട്ടുകളായിരുന്നു. ഒരു ഭയങ്കര ഹറിബറി അങ്ങനെ ഒന്നുമില്ല. സമാധാനപരമായിട്ടുള്ള ഷൂട്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഷോട്ട് നമുക്ക് വേണ്ടിയിരുന്നു. ഒരു 4-5 ഷോട്ട് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മളൊരു 11:30 തൊട്ട് 3:30 വരെ 4 ഒക്കെ ആയപ്പോൾ നമ്മളത് കഴിഞ്ഞു. ലാസ്റ്റ് ഷോട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്ത സമയത്താണ് ഇങ്ങനൊരു 3-4 ക്യാമറകളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അതിൻ്റെ ചുറ്റിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാവരും
ഇറങ്ങി ഓടി, ആർക്കും അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എന്തായാലും. വനമേഖലയിൽ ഷൂട്ടിംഗ് നടത്തുന്നതിനും ആനകളടക്കമുള്ള വന്യമൃഗങ്ങളെ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്നതിനും കർശനമായ വ്യവസ്ഥകളുള്ള രാജ്യമാണിത്. അവിടെ എല്ലാ വ്യവസ്ഥകളും പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സിനിമാ ചിത്രീകരണത്തിന് മലയാറ്റൂർ DFO അനുമതി നൽകിയിട്ടുണ്ട്. 4 ദിവസത്തെ ഷൂട്ടിങ്ങിനായി 1 ലക്ഷം രൂപ നിർമ്മാതാക്കൾ കെട്ടിവെക്കുകയും ചെയ്തു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ആനയെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കണമെങ്കിൽ ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ അനുമതി കൂടി വേണം. ആ അനുമതിയും മാനദണ്ഡങ്ങളും പൂർണ്ണമായും പാലിച്ചിരുന്നോ എന്നതാണ് ചോദ്യം. അതടക്കമുള്ള കാര്യങ്ങൾ CCF അന്വേഷിക്കുമെന്നാണ് വനം മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഈ ആന അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ചരിത്രങ്ങളൊക്കെ ഇവിടുത്തെ നോക്കിയാൽ മതി. ആന എഴുന്നള്ളിപ്പായിട്ടുള്ളത് ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ആന. ഇത് ഷൂട്ടിംഗ് നേരത്തെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഈ കുത്തുന്ന ആനയുടെ കൂടെ അല്ലായിരുന്നു, നോർമലായിട്ടും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മലയാളം പടത്തിലും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന. നമ്മുടെ ഇവിടുത്തെ ഷൂട്ടിംഗ് പെർമിഷൻ മാത്രം കൊടുക്കും. ബാക്കി ആനിമൽ ആനിമൽ വെൽഫെയർ ബോർഡ് പെർമിഷൻ എടുക്കുന്നുണ്ട്. അവരുടെ പെർമിഷൻ സിനിമാക്കാർ എടുത്തിട്ടുണ്ട്. നമ്മൾ ആനകളെ ഉൾപ്പെടെ കൊണ്ടുവരുമ്പോൾ ഫോറസ്റ്റ് അറിയിക്കേണ്ട ഒരു സാഹചര്യം അറിയിക്കും നമുക്ക്. ബട്ട് ബാക്കി ഷൂട്ടിംഗ് യൂസ് ചെയ്യുന്നിടത്ത് അത് ആനിമൽ വെൽഫെയർ ബോർഡ് പെർമിഷൻ എടുക്കും. അത് ഓൾറെഡി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതെ. ഈ കാട്ടിനുള്ളിലേക്കാണ് പുതുപ്പള്ളി സാധു ഓടി ഒളിച്ചത്. ഇന്നലെ വൈകിട്ട് തന്നെ തെരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇരുട്ട് വീണതോടെ അവസാനിപ്പിക്കേണ്ടി വന്നു. കാരണം കാട്ടാന ശല്യം ഏറ്റവും രൂക്ഷമായ വനമേഖലകളിലൊന്നാണിത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം കാട്ടാനകളുള്ള വനമേഖല മലയാറ്റൂർ ഡിവിഷൻ. അതുകൊണ്ട് തന്നെ പല ആശങ്കകളായിരുന്നു. ഈ കാട്ടാനക്കൂട്ടത്തിൻ്റെ സമീപത്തേക്കെത്തിയാൽ സ്വാഭാവികമായും കാട്ടാനകൾ ആക്രമിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ വനപാലകരും അതീവ ജാഗ്രതയിലായിരുന്നു. അതൊരു വെറും കുറ്റിക്കാടല്ല, ഇടുക്കി വരെ നീണ്ടുകിടക്കുന്ന നിബിഡ വനം. ആനകൾ കൂട്ടത്തോടെ നാടിറങ്ങുന്നത് ഒരു വാർത്തയെ അല്ലാതായി പോയ ഒരിടം. നാടിന് കാട്ടാനച്ചൂരിൻ്റെ മണം. ഭൂതത്താൻകെട്ടിനടുത്തുള്ള തുണ്ടം ഫോറസ്റ്റ് റേഞ്ചിലേക്ക് സാധു ഓടിക്കയറുമ്പോൾ ആശങ്കയുമേറി. ഒരു നാട്ടാനയ്ക്ക് അതിജീവിക്കാനാകുന്ന ഇടമല്ല അവിടം. നാട്ടാനച്ചൂരറിഞ്ഞ് കാട്ടാനകൾ ഇറങ്ങുമോ എന്ന് പേടി. കാട്ടിലേക്ക് വിരണ്ടോടിയ ആനയെ തേടി അപ്പോൾ തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥനും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത്. ഒരു നാട്ടാന ആയതുകൊണ്ട് തന്നെ അധികം ഉൾവനത്തിലേക്ക് ഓടിപ്പോകില്ല എന്നാണ് കരുതിയത്. പക്ഷേ 7 മണിയായിട്ടും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇരുട്ട് മൂടുകയും അതോടൊപ്പം തന്നെ മഴ പെയ്യുകയും ചെയ്തതോടെ തിരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. ഇരുളടഞ്ഞ നേരം കരിക്കായുള്ള തിരച്ചിൽ വിഫലമായി. രാവിലെ വീണ്ടും വിശദമായ പരിശോധന. വൈക്കോൽ കൂനിയിൽ സൂചി തിരയും പോലെ ആയിരുന്നില്ല. ഫോറസ്റ്റ് അകത്ത് പോയതിനു ശേഷം അവിടുത്തെ പാപ്പന്മാർ പ്ലസ് നമ്മുടെ സ്റ്റാഫ് ഒരിക്കലും പോയിട്ടുണ്ട്. ബട്ട് വളരെ അരിക്കാടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഇന്നലെ വൈകുന്നേരം സൈറ്റിംഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് ദെൻ ലൈറ്റ് പെട്ടെന്ന് ഫെയിൽ ആയിട്ടുണ്ട്. സോ അതിനുശേഷം ഇന്ന് രാവിലെ ഒരു 6:30 നമ്മുടെ ബാക്കി ടീംസ് എല്ലാം അകത്ത് പോയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് പാപ്പന്മാരാണ്.
രാവിലെ 6 മണിയോടുകൂടിയാണ് കൂടുതൽ സംവിധാനങ്ങളുമായി തിരച്ചിൽ ആരംഭിക്കുന്നത്. മയക്കുവെടി വെക്കേണ്ടി വന്നാൽ അതിനുള്ള ക്രമീകരണങ്ങൾ പോലും ഒരുക്കിയിരുന്നു. തിരച്ചിൽ സംഘത്തിൽ വൈദ്യത്തിന് ലഭിച്ച കൂടുതൽ പേരെ ഉൾപ്പെടുത്തി. 3 മണിക്കൂറാണ് തിരച്ചിൽ നീണ്ടുനിന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് 200 മീറ്റർ അകലെ വെച്ച് സാധുവിനെ തിരച്ചിൽ സംഘം കണ്ടെത്തി. ആദ്യം ഏതെങ്കിലും തരത്തിൽ പ്രകോപിതനാകുമോ എന്ന് സംശയിച്ചിരുന്നു. പക്ഷേ യാതൊരു പ്രകോപനവും സൃഷ്ടിക്കാതെ സാധു പാപ്പാൻ്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുകയായിരുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏതാണ്ട് 5 കിലോമീറ്ററോളം സാധു സഞ്ചരിച്ചു എന്നുള്ളതാണ് തിരച്ചിൽ സംഘത്തിൻ്റെ ഒരു വിലയിരുത്തൽ. ഉൾവനത്തിലേക്ക് പോകാതെ ജനവാസ മേഖലയിലേക്ക് മടങ്ങി വരുന്നതിനിടയിലാണ് തിരച്ചിൽ സംഘത്തിൻ്റെ മുന്നിലേക്ക് സാധു എത്തുന്നത്. ആന കുറച്ചധികം ദൂരം ഒരു 4-5 കിലോമീറ്ററിലധികം സഞ്ചരിച്ചിട്ടുണ്ട്. അതായത് പോയ വഴി കൂടി തിരിച്ചു വന്നത് പല സ്ഥലത്തും അപ്പോൾ ആൾക്ക് പരിചയമില്ലാത്ത സ്ഥലമെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആൾ ഓരോ ഏരിയയിലും പോയിട്ട് തിരിച്ച് 1-2 വട്ടം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം ദൂരം അത് പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ലാസ്റ്റ് കണ്ട ഞങ്ങളുടെ നിന്ന് പോയ 2 ടീമിന് രണ്ടാമത്തെ ടീമാണ് ആനെ ട്രാക്ക് കണ്ട് ആ ഒരു ഏരിയ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടെത്തി ചങ്ങലയില്ലെങ്കിലും അധിക ദൂരം പോകാൻ ആ സാധു തയ്യാറായില്ല. ഒരു 35 വർഷം മുമ്പ് എൻ്റെ ആന തന്നെ പോയിട്ടുണ്ട് കാട്ടിൽ. 30 ദിവസം കഴിഞ്ഞാണ് തിരിച്ച് കിട്ടിയിട്ടുള്ളതിനെ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും നാട്ടിലുള്ള ഒരു ആന കാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അത് കാട്ടിൽ നിൽക്കില്ല, ജനവാസ മേഖലകളിലേക്ക് അത് പോരും. ഇന്നലെ രാത്രി ആന അങ്ങ് പോയെങ്കിലും ഇന്ന് നേരം വെളുത്തപ്പോൾ അത് ജനങ്ങളുള്ള സ്ഥലത്തേക്ക് അത് അടുത്തടുത്ത് വന്നുകൊണ്ടാണ് നമുക്കിത്ര പെട്ടെന്ന് അതിനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആന അങ്ങനെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. തെരച്ചിൽ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ തെരച്ചിൽ സംഘത്തിലുണ്ടായിരുന്നു. തെരച്ചിൽ സംഘത്തിൽ ഇവിടെ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. അത് വളരെ കൃത്യമായിട്ട് അവർ പ്ലാൻ ചെയ്ത്, റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ പ്ലാൻ ചെയ്ത് ഒരു 7-8 ടീമായിട്ട് തിരിച്ച് എല്ലാ സ്ഥലങ്ങളിലേക്കും അത് വിടുകയായിരുന്നു. പുതുപ്പള്ളി സാധു കാട്ടിലേക്ക് ഓടി ഒളിച്ചതെറിഞ്ഞ് ആനയുടമയടക്കം ഭൂത്താൻകെട്ടിലേക്ക് ഓടിയെത്തിയിരുന്നു. അവർക്കുണ്ടായിരുന്ന ഒരു വലിയ പ്രതീക്ഷ എന്നത് സാധു പാപ്പാനെ കണ്ടാൽ ഓടിയെത്തുമെന്നതായിരുന്നു. ആ പ്രതീക്ഷയിലാണ് അവർ ഒരു രാത്രി മുഴുവൻ ഇവിടെ കഴിച്ചുകൂട്ടിയത്. ഭയന്നു പോകുന്ന ആനകൾക്ക് അധികം കാട്ടിലെ ഭക്ഷണം കഴിക്കില്ല. ആന പേടിച്ചാണല്ലോ പോണത്. ഇന്നലെ ഈ സംഭവം നടന്നപ്പോൾ ആന കുത്തുകയല്ല ചെയ്ത പുറയുന്ന കിടന്ന് കുത്തി കഴിഞ്ഞപ്പോൾ ആന ശരിക്കും ഭയന്നു. പിന്നെ ആനയ്ക്ക് എങ്ങനെയും ജനവാസമായിട്ടുള്ള ഇതിലേക്ക് എത്തുകയെന്ന് മാത്രമാണ് അതിനകത്തുള്ള ലക്ഷ്യം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഇത് വെച്ചപ്പോൾ ഇന്നലെ രാത്രി സെർച്ച് ചെയ്യാനൊന്നും പറ്റില്ലാത്ത, ഫോറസ്റ്റിലാകുമ്പോൾ നമുക്ക് കയറാൻ പറ്റില്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ വെളുപ്പിന് തന്നെ സ്ക്വാഡായിട്ട് തിരിഞ്ഞ് പോകാൻ പറ്റിയത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ ഒരു വാച്ചർ ഈ കാൽപാദം കണ്ടപ്പോൾ ഈ നാട്ടാനയുടെ കാൽപാദത്തിൽ ഇച്ചിരി വലിപ്പം കൂടുതലുണ്ട്, കാട്ടാനയിൽ നിന്നും വ്യത്യസ്തമാണ്. അവരുടെ പിണ്ടത്തിനാണെങ്കിലും വ്യത്യാസമുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ അടുത്തടുത്ത് ചെന്ന് കണ്ട കൂടെ ആനക്കാരനുള്ളതുകൊണ്ട് പിന്നെ വേറെ ആരും സംസാരിക്കുക, ആനക്കാരൻ തന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആന അനുസരിക്കുന്ന ഒരു തരത്തിലേക്ക് വന്നു. പാപ്പാന്റെ സ്നേഹത്തോടെയുള്ള വിളി അത് തന്നെ ധാരാളമായിരുന്നു. എത്ര നേരം തെരച്ചിൽ നടത്തിയായിരുന്നു? രാവിലെ 6 മണിക്ക് ഇറങ്ങിയതാ. രാവിലെ 6 മണിക്ക് ഇറങ്ങി. എപ്പോഴത്തേക്കും കണ്ടെത്തി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചപ്പോൾ പോന്നു. വിളിച്ചപ്പോൾ പോന്നു. ആന പാപ്പൻ വിളിച്ചപ്പോൾ തന്നെ പാപ്പൻ വന്ന് വിളിച്ചപ്പോൾ തന്നെ ആന പുറകെ പോകുന്നു. എന്തെങ്കിലും പരിക്കുകളുണ്ടോ? ഒരു പരിക്കുമില്ല. മറ്റു ആനകളൊന്നും ഉപദ്രവിച്ചിട്ടില്ല. ഇന്നലെ കുത്തേറ്റതിന്റെ പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. അങ്ങനെ പ്രശ്നമുള്ള ആനയാണെങ്കിൽ പാപ്പൻ വിളിച്ചു കഴിഞ്ഞാൽ അടുക്കില്ല. ഈ ആനയുടെ പേര് സാധു എന്നാണ്. അപ്പോൾ ആ സാധു എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയുള്ള ആനയാണ്. അപ്പോൾ ഒരു പാവപ്പെട്ട ആനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാപ്പൻ വിളിച്ച സമയത്ത് തന്നെ ആന അവിടെ നിൽക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ കാണുന്ന സമയത്ത് ആന ഇങ്ങനെ അവിടെ പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പുല്ല് ഉള്ള ഒരു ചതുപ്പായിരുന്നു. അപ്പോൾ ആ ചതുപ്പിൽ വളരെ സൗമ്യനായിട്ട് നിൽക്കുന്നൊരു സമയത്താണ് നമ്മൾ ചെന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാം പാപ്പനെ വിളിച്ചു വരുത്തിയിട്ട് ആനയുടെ പേര് ചൊല്ലി ഒന്നാം പാപ്പൻ വിളിച്ചപ്പോൾ തന്നെ ആന അവിടെ നിൽക്കുകയാണ് ചെയ്തത്. ആന വേറെ ഓടി മാറാനോ അങ്ങനെ ഭയത്തോടെ മുന്നോട്ട് പോകാനോ ഒന്നും ശ്രമിച്ചില്ല. അപ്പോൾ പാപ്പാൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ആന ശാന്തനായി അവിടെ നിൽക്കുമായിരുന്നു. ആന കിട്ടിക്കഴിഞ്ഞാൽ
ഞങ്ങൾക്കറിയാം ആനക്കാരൻ പറഞ്ഞ ആന കേൾക്കുക എന്നിരുന്നാൽ തന്നെ കാട്ടിനകത്ത് കിടക്കുന്നതല്ലേ, നമുക്ക് പിന്നെയും കയ്യിൽ നിന്ന് പോകാനൊക്കത്തില്ല. അതുകൊണ്ട് കൊണ്ടുവന്നേ ഉള്ളൂ. ഇന്നലെ വേണേൽ കിട്ടിയേനെ, പക്ഷേ രാത്രിയായിപ്പോയി. അല്ലാതെ ഇന്നലെ തന്നെ ഇതിനെ കണ്ടെത്തിയത്. ആന ആരോഗ്യവാനാണ്, വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ ഇതിന്റെ മറ്റു നടപടികൾ എങ്ങനെയാണ്? ഇനി ഒരു നടപടിയില്ല. ആനയ്ക്ക് റെസ്റ്റ് കൊടുക്കുക, ആന വീട്ടിലോട്ട് പോകുന്നു. കാട്ടിൽ നിന്ന് സാധു പുറത്തേക്ക്. കാര്യമായ പരിക്കുകളൊന്നും തന്നെ ആനയ്ക്കില്ല. അനുസരണയോടെ ആന ലോറിക്കരികിലേക്ക് നടന്നു. ആനയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കുത്തൊക്കെ വന്നെങ്കിലും പുറമേ യാതൊരുവിധ പരിക്കുമില്ല. ആന നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അതിനൊരു സന്തോഷമുണ്ട് എല്ലാവർക്കും. പിന്നെ മറ്റ് ആനകളൊന്നും അറ്റാക്ക് ചെയ്തില്ല എന്നുള്ളൊരു ഇതുകൂടെ ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇനി നമ്മളിനി ഇഞ്ചുറി ഉണ്ടോ എന്നുള്ളത് പുറമേ അല്ല, ഇനി ഉള്ളിലുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ ദിവസങ്ങളെടുക്കും. യാതൊരു ആശങ്കയുമില്ലാതെ പാപ്പാന്റെ കയ്യും പിടിച്ച് ലോറിയിൽ കയറി പുതുപ്പള്ളി വീട്ടിലേക്ക്. കാട് കയറിയ സാധു വീണ്ടും പുതുപ്പള്ളിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. സാധുവിൻ്റെ പ്രിയപ്പെട്ട പാപ്പാനായ ബിനുചേട്ടനാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമുക്ക് ആനയെപ്പറ്റി ഒന്ന് ചോദിക്കാം. ഈ സാധു എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാനയാണ്? ഇതുവരെ എൻ്റെ കയ്യിൽ ഞാൻ 8 വർഷമായി ആന കയറാൻ തുടങ്ങിയിട്ട് ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. മെയിൻ പൂരങ്ങൾ തടമ്പ് കൊല്ലം കയറ്റുന്ന ഒരു ആനയാണ് പുതുപ്പള്ളി സാധു എന്ന് പറയും. ഇതുവരെ യാതൊരു കുഴപ്പവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ പരിപാടിയില്ലാത്തപ്പോൾ ഇടയ്ക്ക് ഷൂട്ടിങ്ങും കാര്യങ്ങളുണ്ട്, പരസ്യങ്ങളുണ്ട്, അങ്ങനെയുള്ള ഇതിന് പോകുന്ന ഒരു ആനയാണ്. ചേട്ടനുമായിട്ട് നല്ല അനുസരണയൊക്കെ? നല്ല അനുസരണം. ഞാൻ ഈ കാട് കയറി പോയിട്ട് ഇന്ന് രാവിലെ ആന 8:30 ആനയെ കിട്ടി. ഉടനെ ചെന്ന് വിളിച്ച് ആന നിൽക്കുന്ന കണ്ടു തന്നെ നമ്മൾ ചെന്ന് വിളിച്ച് ഉടനെ ആന നിലങ്കൈ അടിച്ചു, നമ്മളെ വിളിച്ച് കേൾപ്പിച്ചു. ഉടനെ നമ്മൾ അടുക്കി ചെന്നു, കയറി പോകാനെന്ന് പറഞ്ഞ് കയറി പോകുന്നു. ഇനിയിപ്പം എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ? ബാക്കിയുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ആന ഇനി റെസ്റ്റ് കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. മെയിൻ ഉത്സവം എന്ന് പറഞ്ഞാലും ആഴ്ച ഒരു 3 പരിപാടി കൂടുതൽ എടുക്കുകയാണ്. നമ്മുടെ മുതലാളി അതുപോലത്തെ ഒരു മുതലാളി, പുള്ളിക്ക് അങ്ങനെ കാശിനുള്ളൊന്നും ആർത്തിയുള്ള പാർട്ടിയല്ല. അതുപോലെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നവർ, പശുവും പാല കാര്യങ്ങൾ ഇതെല്ലാം മേടിച്ച് ഫുഡ് കൊടുക്കുന്നു. സാധുവിന് ഇനി ഒരു വിശ്രമ കാലയളവാണ്. ഇനി സിനിമാ ചിത്രീകരണമോ പൂരപ്പറമ്പിലേക്കോ ഒന്നും കുറച്ച് നാളത്തേക്കില്ല. ഒരു ചെറിയ ഇടവേളയാണ്, വിശ്രമത്തിനായുള്ള ഇടവേള.